മക്കേഴ്സ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ JK. മക്കളെ, നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ 9ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ അപവർത്തനം എന്ന ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നിയമങ്ങൾ നമ്മൾ പഠിക്കാൻ പോവാണ്. ഈ നിയമങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഈ ചാപ്റ്ററിനെ മൊത്തത്തിൽ പാളും. അതുകൊണ്ട് അങ്ങനെ ഒരു പാളിച്ചകൾ ആർക്കും വരാൻ പാടില്ല. അപ്പം മാക്സിമം എല്ലാവരും കൂടി ശ്രദ്ധിച്ചോളൂ. ഞാൻ പറയുന്ന വാക്കുകളിലേക്കും സ്ക്രീനിലേക്കും മാത്രമായിരിക്കട്ടെ ശ്രദ്ധ. ഞാൻ എല്ലാവരും ആവാഹിച്ചെടുക്കാണ്. എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്? ലോസ് ഓഫ് റിഫ്രാക്ഷൻ. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിനിമം 3 നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ പറ്റുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യണം. പിന്നെ ഈ ചാപ്റ്ററൊക്കെ വിശദമായിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ എന്ത് ചെയ്യുക, ഇപ്പോൾ ഓഫറോട് കൂടി നമ്മൾ എന്ത് ചെയ്യുക, നിഞ്ച ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ എല്ലാവരും കൂടെ ശ്രദ്ധിച്ചോളൂ. ഞാൻ പറയുന്ന വാക്കുകളിലേക്ക് സ്ക്രീനിലേക്ക് മാത്രമായിരിക്കും ശ്രദ്ധ. ആർക്കും ഒരു കുഴപ്പം ബുദ്ധിമുട്ടും മനപ്രയാസമില്ല എന്ന് വിചാരിക്കും. ആദ്യത്തെ ചിത്രത്തിലേക്ക് നോക്കി. ഇവിടെ ഒരു ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ള, ഞാൻ അതൊരു വെള്ളോ ഗ്ലാസോ അല്ലെങ്കിൽ ഡയമണ്ട് എന്തുവാണെങ്കിലും ആയിക്കോട്ടെ. മുകൾ ഭാഗത്ത് ഞാൻ എയർ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചിത്രത്തിലേക്ക് നോക്കി. ഒരു ലൈറ്റ് ഇങ്ങനെ വരുന്നു. അതിനെ നമ്മൾ പതനരശ്മി, ഇൻസിഡന്റ് റേ എന്ന് പറയാം. ആ ലൈറ്റ് ഇങ്ങനെ നേർരേഖയിൽ പോകണം. പക്ഷെ വെള്ളത്തിലേക്കോ ഗ്ലാസ്സിലേക്കോ കിടക്കുമ്പോൾ എന്ത് സംഭവിക്കൂ? അവിടെ ചെറിയൊരു ഡീവിയേഷൻ, വ്യതിയാനം, ഒരു ഒടിവ്, വളവൊക്കെ സംഭവിക്കുന്നു. ഇതൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചത്. അതിനെ നമ്മൾ റിഫ്രാക്ഷൻ എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ ഒരു നിയമം എന്ന് പറഞ്ഞാൽ, ഞാൻ അവിടെ ഒരു ഡയലോഗ് കൊടുത്തിട്ട് വായിച്ചെന്താണ്? വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം ഒപ്റ്റിക്കലി റേറർ മീഡിയം ടു ഡെൻസർ മീഡിയം. അപ്പോൾ ചില കുട്ടികൾക്ക് സാറ് എന്താണ് ഡെൻസർ മീഡിയം, റേറർ മീഡിയം? ഒരു പേടിയും പഠിക്കേണ്ട, സിമ്പിളാണ്. എന്താണ്? എയർ എന്ന് പറഞ്ഞാൽ അതിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, സാന്ദ്രത വളരെ കുറവാണ്. അത് നമ്മൾ റേർ മീഡിയം എന്ന് പറയാം. വെള്ളത്തിന് എന്താണ്? ഡെൻസിറ്റി കൂടുതൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെൻസർ മീഡിയം എന്ന് പറയും. അത്രേ ഉള്ളൂ. ഇപ്പൊ പഠിച്ചില്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ നോക്ക്, എന്താണ്? പ്രകാശം സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കൂടിയ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ പ്രകാശത്തിന് എന്ത് സംഭവിക്കുന്നു? ഈ നോർമൽ ലംബത്തോടടുക്കുന്നു. എന്ത് ചെയ്യുന്നു? ലംബത്തോടടുക്കുന്നു. ടുവേർഡ്സ് നോർമൽ. കണ്ടല്ലേ? ലംബത്തോടടുക്കുന്നു. ഇതാണ് ആദ്യത്തെ ഒരു നിയമം. എന്താണ്? ഇവിടുന്ന് ലൈറ്റ് ഇങ്ങനെ വന്നാൽ ഒരിക്കലും ഇങ്ങനെ പോകാൻ പാടില്ല. അങ്ങനെ പോകാൻ പാടില്ല. എന്ത് ചെയ്യണം? ഇവിടുന്ന് ഒരു ലൈറ്റ് വന്നാൽ ലംബത്തോട് ചേർന്ന് പോകണം. അപ്പൊ സാന്ദ്രത കുറഞ്ഞ മീഡിയത്തെ നമ്മൾ എന്ത് പറയുന്നു? റേറർ മീഡിയം എന്ന് പറയുന്നു. ഇംഗ്ലീഷ് മീഡിയക്കാരാണ് ശ്രദ്ധിക്കേണ്ടത്. വെള്ളത്തിന് സാന്ദ്രത കൂടുതൽ, അതുകൊണ്ട് അതിനെന്ത് പറയാം? ഡെൻസർ മീഡിയം എന്ന് പറയുന്നു. അപ്പൊ അത് ഓർത്തു വയ്ക്കണം. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ഇപ്പൊ തന്നെ പഠിച്ചോളൂ. എന്താണ്? വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം ഒപ്റ്റിക്കലി റേറർ മീഡിയം ടു ഡെൻസർ മീഡിയം, എന്ത് ചെയ്യുന്നു? ഇറ്റ് ഡീവിയേറ്റ് ടുവേർഡ്സ് നോർമൽ. ലംബത്തോടടുക്കുന്നു. അപ്പൊ ഈ ചിത്രങ്ങളെ മനസ്സിലുണ്ടാകണം. ഇതൊരു നിയമമാണ്. രണ്ടാമത്തെ ഒരു നിയമം എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു നിയമം. ഈ ചിത്രത്തിലേക്ക് നോക്കുക. നേരത്തെ ഇവിടുന്ന് ലൈറ്റ് വന്നതിന് പകരം എവിടുന്ന വരുന്നത്? വെള്ളത്തിൽ നിന്ന് വായുവിലേക്കാണ് കിടക്കുന്നത്. അപ്പൊ ഈ ചിത്രത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ മതി. ഇവിടെ ലംബത്തിനോട് ചേർന്ന് വന്നു, എന്നിട്ട് ഇവിടെ ഈ നോർമൽ നിന്ന് അകന്നു പോകുന്നു. അപ്പൊ എവേ ഫ്രം ദ നോർമൽ നിന്നും അകന്നു പോകണം. അപ്പൊ ഇവിടെ എന്താ ഇതേ ഡയലോഗ് ഒന്ന് വായിച്ചേ. വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം, കടല വെള്ളം ഡെൻസർ മീഡിയം ടു എയർ റേറർ മീഡിയം. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഇറ്റ് ഡീവിയേറ്റ് എവേ ഫ്രം ദ നോർമൽ നിന്ന് അകന്നു പോകുന്നു. സാന്ദ്രത കൂടിയ ഒരു മാധ്യമത്തിൽ നിന്നും സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ചെരിഞ്ഞു കിടക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ലംബത്തിൽ നിന്നും അകലുന്നു പോകുന്നു. അത് നിങ്ങൾ പഠിച്ചു വെക്കണം, അറിഞ്ഞു വെക്കണം, ഓർത്തു വെക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ ഒരു പോയിന്റ്. മൂന്നാമത്തെ ചിത്രത്തിലേക്ക് നോക്കി. നിങ്ങൾക്ക് ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നില്ല. നേരെ വരുന്ന ലൈറ്റ് നേരെ തന്നെ പോകുന്നു. അല്ലെ? എന്താ സംഭവിക്കുന്നത്? നേരെ വരുന്ന ലൈറ്റ് നേരെ തന്നെ പോകുന്നു. ഇത് കണ്ടല്ലേ? എ റേ ഇൻസിഡന്റ് നോർമലി അറ്റ് സർഫസ് ഓഫ് സെപ്പറേഷൻ. നോർമലി ലംബമായിട്ട് വന്നാൽ എന്താണ്? മീഡിയം ഡസ് നോട്ട് അണ്ടർഗോ റിഫ്രാക്ഷൻ സംഭവിക്കുന്നില്ല. ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിക്കുന്നില്ല. ഈ 3 നിയമങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ എന്താ ഇത് പഠിച്ചു വെക്കണം. അപ്പോൾ ടുവേർഡ്സ് നോർമൽ, എവേ ഫ്രം നോർമൽ, നോ ഡീവിയേഷൻ. അല്ലേ? അത്രേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഈ ചിത്രം ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു ഐഡിയ ഞാൻ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എയർ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കലി ലോ മീഡിയം, ഡെൻസിറ്റി കുറവാണ്. അപ്പൊ സാന്ദ്രത കുറഞ്ഞത്. എന്താ പറയുക? സാന്ദ്രത കുറഞ്ഞത്. ഞാൻ ആരോ മാർക്ക് താഴ്ത്തി വിടും. വാട്ടർ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി കൂടിയത്. അപ്പൊ സാന്ദ്രത കൂടിയത്. അപ്പൊ ഇവിടുന്ന് ഒരു ലൈറ്റ് ഇങ്ങനെ വന്നു വിചാരിക്കുക. ഒരു ലൈറ്റ് ഇങ്ങനെ വന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ ഒരു നോർമൽ ഇങ്ങനെ വരയ്ക്കുന്നു. ഒരു നോർമൽ വരച്ചു. അപ്പൊ എന്ത് സംഭവിക്കും? ലംബത്തോട് ചേർന്ന് പോകണം. ഇങ്ങനെ പോകണം. ഇങ്ങനെ പോകാൻ പാടില്ല, ഇങ്ങനെ പോകണം. ടുവേർഡ്സ് നോർമൽ. ഇത്രേ ഉള്ളൂ.
മലയാള മീഡിയക്കാർ ഇതാ എന്ത് ചെയ്യുക, വായു എന്ന് പറഞ്ഞാൽ സാന്ദ്രത കുറവാണ്, ജലം എന്ന് പറഞ്ഞാൽ സാന്ദ്രത കൂടുതലാണ്. ഇവിടുന്ന് ഒരു ലൈറ്റ് വന്നാൽ എന്ത് സംഭവിക്കുന്നു, നമ്മളിവിടെ ഒരു നോർമൽ ഇങ്ങനെ വരച്ചാൽ ലംബത്തോട് ചേർന്ന് പോകണം, അല്ലാതെ ഇങ്ങനെ പോകാൻ പാടില്ല, ഇങ്ങനെ പോകണം. ഇത്രേ ഉള്ളൂ. ഇതൊന്നും അറിഞ്ഞു വയ്ക്കുക. ഇനി ഞാൻ കുറച്ച് ചിത്രങ്ങൾ ഇങ്ങനെ തരാം, ഇതിന് ആൻസർ നിങ്ങൾ ഇങ്ങനെ കണ്ടെത്തുക. കണ്ടല്ലേ, മൂവ് ടുവേർഡ്സ് നോർമൽ, എവേ ഫ്രം നോർമൽ. നോർമലിലേക്ക് അടുക്കുന്നു അല്ലെങ്കിൽ എവേ ഫ്രം നോർമൽ, നോർമൽ നിന്ന് അകലുന്നു. അപ്പോൾ എയറിൽ നിന്ന് വാട്ടറിലേക്കാണെങ്കിൽ ഒരു കൺഫ്യൂഷൻ വേണ്ട, ടുവേർഡ്സ് നോർമൽ, നോർമലിനോട് ചേർന്ന് വരുന്നു. അടുത്തെന്താണ്, വാട്ടറിൽ നിന്ന് എയറിലേക്ക്, എവേ ഫ്രം നോർമൽ, അല്ലേ, എവേ ഫ്രം നോർമൽ. അത്രേ ഉള്ളൂ, ഇങ്ങനെ പഠിച്ചേക്കാനുള്ളൂ. എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണെങ്കിലും ഗ്ലാസ്സിന് സാന്ദ്രത കൂടുതൽ, അപ്പോൾ ടുവേർഡ്സ് നോർമൽ. കണ്ടില്ലേ. ഇനി അടുത്ത ഗ്ലാസ്സിൽ നിന്ന് എയറിലേക്കാണെങ്കിൽ എവേ ഫ്രം നോർമൽ. അപ്പോൾ ഗ്ലാസ്സിന് സാന്ദ്രത കൂടുതലാണ്, എയറിന് സാന്ദ്രത കുറവാണ്. അപ്പോൾ സാന്ദ്രത കൂടിയതിനെ നമ്മൾ എന്താ പറയുക, ഡെൻസർ മീഡിയം. റെയർ മീഡിയം എന്ന് പറഞ്ഞാൽ സാന്ദ്രത കുറവ്. അപ്പോൾ ഡെൻസർ മീഡിയത്തിന് റെയർ മീഡിയത്തിനെങ്കിൽ എവേ ഫ്രം ദ നോർമൽ, കാരണം ലംബത്തിൽ നിന്നും അകലുന്നു, ഇവിടെ ലംബത്തോട് അടുക്കുന്നു, അങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഒരു ക്ലൂ തരാം നിങ്ങൾക്ക്. വാട്ടർ എന്ന് പറഞ്ഞാൽ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, റെയറർ മീഡിയം, സാന്ദ്രത കുറവ്. ഗ്ലാസ്സിന് എന്താണ്, ഡെൻസർ മീഡിയം, സാന്ദ്രത കൂടുതൽ. ഇതാണ് ക്ലൂ. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ആൻസർ ഇത് മൂവ് ടുവേർഡ്സ് നോർമൽ ആണോ, എവേ ഫ്രം നോർമൽ, ലംബത്തോട് അടുക്കാണോ, ലംബത്തിൽ നിന്ന് അകലാണോ? നിങ്ങൾ പെട്ടെന്നൊന്ന് എന്ത് ചെയ്യുക, ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ താഴെ കമൻറ്റ് ബോക്സിനകത്ത് രേഖപ്പെടുത്തുക മക്കളെ. അപ്പോൾ ഒന്നുകൂടി ഓർത്തേക്ക്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 പോയിന്റ് മിനിമം നിങ്ങൾ പഠിച്ചു വെക്കണം. ഇത് വെച്ചിട്ട് കുറേ ചിത്രങ്ങളൊക്കെ വരയ്ക്കാനും പഠിക്കാനൊക്കെ ഉണ്ട്. ഇതൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ നിഞ്ച ബാച്ച്, നമ്മുടെ സൈലത്തിൻ്റെ നിഞ്ച ബാച്ച് ഓണായി കിടക്കുക, പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. ഈ ചാപ്റ്ററൊക്കെ നമ്മൾ കിടുവായിട്ട് പൊളിയായിട്ട് സെറ്റായിട്ട് അടിപൊളിയായിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ താഴെ കമൻറ്റ് ബോക്സിനകത്ത് രേഖപ്പെടുത്താൻ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആരൊക്കെയാണ് ആൻസർ ശരിയാക്കുന്നത് ഞാനൊന്ന് നോക്കട്ടെ. ഓക്കേടാ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.